ഹലോ. ആദ്യം തന്നെ 3 ഏത്തപ്പഴം, നല്ല പഴുത്ത 3 ഏത്തപ്പഴം എടുത്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ വരട്ടിയെടുക്കുന്നത്. നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇതുപോലെ ചേഞ്ചായി നല്ല ബ്രൗൺ കളറിൽ കാഷ്നട്ടൊക്കെ ഒന്ന് മൂത്ത് വരും. ഈ ഒരു പരുവ് എത്തുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ച് 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ 1 ലിറ്റർ പാല്, അതായത് 2 കവർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള പാലൊഴിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ, ഒരു ചെറിയ ബൗളിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം വേറൊരു പാത്രത്തിൽ ഒരു 4 ടീസ്പൂൺ പാൽപ്പൊടി, ഇത് ഓപ്ഷണലാണ്, ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ ഒരു ചെറിയ എക്സ്ട്രാ ടേസ്റ്റും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ 4 ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് അതിലേക്കും കൂടി കുറച്ച് മിൽക്ക് ഒഴിച്ച് ഇളക്കി നമ്മുടെ കോൺഫ്ലോർ മിക്സിലേക്ക് ഇത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. ഇനി നമ്മുടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാലിൽ ആവശ്യത്തിന് എത്ര മധുരമാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും പഞ്ചസാര ചേർത്ത് ഗ്യാസ് ഓൺ ചെയ്ത് നല്ലപോലെ ഇളക്കി ഈ പാലൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 4 തവി പഞ്ചസാരയാണ് ഇട്ടത്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൈവിടാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി കിട്ടും. നല്ലപോലെ ഇളക്കുമ്പോൾ നല്ലൊരു കുറുകിയ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഇതുപോലെ ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമ്മൾ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഏത്തപ്പഴവും കുറേശ്ശെയായി ഇതിലേക്കിട്ട്, മുഴുവൻ ഇടണ്ട, കുറച്ച് നമുക്ക് ബാക്കി വയ്ക്കാം. വിളമ്പുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ നമുക്കിതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിള തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇതിപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചൂടോടെ വേണമെങ്കിലും കഴിക്കാം, അല്ല തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ തണുപ്പിച്ചും കഴിക്കാം. അങ്ങനെ നമ്മുടെ ബനാന മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി ഞാനതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബാക്കി വെച്ചിരുന്ന കാഷ്നട്ടും ഏത്തപ്പഴവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ബൈ ബൈ.